ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ദാൽ കിച്ചടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കൂടാതെ തന്നെ ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരു സാലഡോ അല്ലെങ്കിൽ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളം മതിയാവും. ഇനി അതില്ലാന്ന് വെച്ചാലും ഒരു കുഴപ്പമില്ല. ഈ കിച്ചടിക്ക് അതിൻ്റെ തനതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ബാസ്മതി റൈസിൻ്റെ ഞുറുക്കാണ് എടുത്തിരിക്കുന്നത്. ഈ ഞുറുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കും. ഇങ്ങനെയാണ് നമ്മൾ കിച്ചടിക്ക് യൂസ് ചെയ്യുക. ഇതുപോലത്തുള്ള ഞുറുക്ക് മേടിച്ചിട്ടാണ് യൂസ് ചെയ്യുക. എന്നിട്ട് ഒരു 1/2 കപ്പ് മസൂർ ദാൽ ഫുള്ളായിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിൻ്റെ തൊലി കളയാത്തത്, കണ്ടില്ലേ, അതൊരു 1/2 കപ്പ്. പിന്നെ 1/2 കപ്പ് മസൂർ ദാൽ, പിന്നെ ഒരു 1/2 കപ്പ് തുവർ ദാൽ. ഇത് 4ഉം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. കഴുകിയെടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് കുതിരാൻ വയ്ക്കാം. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 5 കപ്പ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മുടെ അരിയും പരിപ്പെല്ലാം കൂടിയിട്ട് 2.5 കപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട്, അപ്പോൾ അങ്ങനെ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടേച്ച് ഒരു 3 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 3 വിസിലൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കുക്കർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ഈ അരിയും പരിപ്പും ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ നമുക്ക് കടുകും 1 ടീസ്പൂൺ നമുക്ക് എന്നിട്ട് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്കൊരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടരിഞ്ഞ ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതും ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വാടിയതിന് ശേഷം ഒരു വലിയ സവോള ചെറുതായിട്ടരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് വാടി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുന്ന സമയത്ത് തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അംചൂർ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതില്ല എന്നുള്ളവർ അത് ഇപ്പോൾ സ്കിപ്പ് ചെയ്യുക. ലാസ്റ്റ് നാരങ്ങാനീര് ചേർക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തക്കാളി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ മസാല നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും പരിപ്പിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറുതീയിൽ ഒരു തിള വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കിച്ചടി എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ ലൂസ് പരുവത്തിൽ വേണം ഇരിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ ഇച്ചിരി ഉപ്പ് ചേർക്കാൻ പോവാണ്. എല്ലാവരും ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടുക. അങ്ങനെ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞും കൊണ്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി എന്നിട്ട് ലാസ്റ്റ് നമുക്കൊരു തടുക്കാപ്പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് അല്പം കൂടിയാലും ഒട്ടും കുറയരുത്. നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ തടുക്ക നമ്മുടെ കിച്ചടിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ചില്ലി ഫ്ലേക്സ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്, നമ്മളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദാൽ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാനൊരു പ്ലേറ്റിലോട്ട് കുറച്ച് സെർവ് ചെയ്യാം. ദാൽ കിച്ചടി എപ്പോഴും ഇതേപോലെ കുറച്ച് കുഴഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുക. ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി നമ്മുടെ ദാൽ കിച്ചടിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മീതെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു തക്കാളിയും ഒരു സവോളയൊക്കെ അരിഞ്ഞൊന്ന് ഗാർണിഷ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ദാൽ കിച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് എല്ലാവരുടെ കമൻറ്റ് ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പം നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്.